ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മൂന്നാം ഭരണം എന്നുള്ളത് മാത്രമാണ്. അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെ അച്ചടക്കങ്ങൾ, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, എന്തൊക്കെ പാർട്ടി നയങ്ങൾ, ഇതെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമ്മേളനമായി ഈ കൊല്ലം സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെയും ഈ പറഞ്ഞ സജി ചെറിയാനെയും ഒഴിച്ച് വേറെ ഒരാൾക്ക് പോലും വിമർശനമില്ല. പോലീസിൻ്റെ സംവിധാനങ്ങളിലൊരു വിമർശനമില്ല. ഈ പറയുന്ന കഴിഞ്ഞ 5 വർഷങ്ങളായി ഭരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്ത് വിമർശനമില്ല. ആകെ വിമർശിക്കുന്നത് എന്താണ്? രണ്ട് കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് BJPയുടെ കടന്നുകയറ്റം എന്നുള്ളത്, BJP CPMൻ്റെ വോട്ട് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് മാത്രപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ചർച്ചയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് ഒരു പരിധി മെച്ചപ്പെട്ട ഭരണമാണ് എന്നുള്ളത് ഈ പാർട്ടി സമ്മേളനം അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാളും കൂടുതൽ മുന്നോട്ട് എങ്ങനെ പാർട്ടിയെ നയിക്കാം എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയ്ക്കും പിണറായി വിജയൻ ഒരു നയരേഖ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നവകേരളമാണ്. ഇതുവരെ ഏതൊക്കെ കാര്യത്തിലാണോ പാർട്ടി കടുംപിടുത്തം പിടിച്ചത്, ഏതൊക്കെ കാര്യത്തിലാണോ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്, ആ നിലപാടുകളിൽ നിന്ന് എല്ലാം പിന്നോട്ട് പോവുകയാണ് ഈ പാർട്ടി ഈ സമ്മേളനത്തോട് നടക്കുന്നത്. എന്താണ് നമ്മൾ ഈ പറയുന്ന വിദേശ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി പിന്നോട്ട് പോയി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുത്തക കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പാർട്ടി പിന്നോട്ട് പോയല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഒരു നവകേരള നയരേഖ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നയരേഖയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആ നയരേഖയിൽ കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടുത്ത് നിന്ന് ഭരണം കോൺഗ്രസിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം എന്നുള്ളത് അവർ കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് എന്താണ് എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിരിക്കുന്നത്? കലവട്ടെന്ന് പറഞ്ഞാൽ വികസന കേരളമാണ് എന്നും കോൺഗ്രസ് മുന്നോട്ട് പോകും. കോൺഗ്രസ് വന്നാൽ മാത്രമേ കേരളത്തിൽ വികസനം ഉണ്ടാവുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കോൺഗ്രസ് എന്നും മുന്നോട്ട് പോകുന്നത്. അതിനുകൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ് എന്തൊക്കെ മുന്നോട്ട് വെച്ചിരുന്നോ അതിനെല്ലാം കടത്തിവെട്ടുന്ന രീതിയിൽ, അതിനേക്കാളും വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി CPM മുന്നോട്ട് വരികയാണ്. അതിനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ പറയുന്ന നയരേഖയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നയരേഖയായിരിക്കും ഈ പ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ജനങ്ങളും അതായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അതിൽ എല്ലാ കാര്യങ്ങളും വരും. അതിനകത്ത് കേരളയിൽ ചിലപ്പോൾ ഉണ്ടാവും, ഈ പറയുന്ന വികസന കാര്യങ്ങളുണ്ടാവും, റോഡിനെ കുറിച്ചുണ്ടാവും, ഈ പറയുന്ന ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ ആതുരാലയങ്ങളെ കുറിച്ചിട്ടുണ്ടാവും, അവരെങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതുണ്ടാവും. ഞാൻ നാളെ പറഞ്ഞ പോലെ ടൂറിസവുമായി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന വലിയ രീതിയിലുള്ള കേരള ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു നയരേഖയായിരിക്കും മുന്നോട്ട് വെക്കുക. അതായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനം ഉദ്ദേശിക്കുന്നത് എങ്ങനെ അടുത്ത പ്രാവശ്യം 3ാം തവണ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാം എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിനേക്കാളപ്പുറം ഒരു കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്താണ് ഈ പറയുന്ന ദുശീലങ്ങൾ, പാർട്ടിയിൽ ദുശീലങ്ങൾ വളരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ മോശം പ്രവണത വളരുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ എന്താണ് മേൽത്തട്ടിൽ തുടങ്ങി താഴെത്തട്ടിലേക്കും താഴെത്തട്ടിൽ തുടങ്ങി മേൽത്തട്ടിലേക്കും ഉണ്ടാകുന്ന എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കണം, എല്ലാ ദുർപ്രവണതകളും ഒഴിവാക്കണം എന്നുള്ളത് എല്ലാ സമ്മേളനങ്ങളും പറയുന്നതാണ്. ഈ സമ്മേളനത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളല്ല. പാർട്ടിയിലെ അണികൾ പിന്നെന്താണ് അത് ഗോവിന്ദ മാഷ് തുടങ്ങി വെച്ചിരിക്കുന്നു. ഗോവിന്ദ മാഷ് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി ഒന്നുമില്ല. പിന്നെ ഈ കാര്യത്തിൽ എന്താണ് വിഭാഗീയത എന്ന് പറയുന്നൊരു സംവിധാനം ഈ പാർട്ടി ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമ്മേളനങ്ങളായി കാണുന്നത് എന്താ? ഒരു സമ്മേളനം വിഭാഗീയത എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിലില്ല. അച്യുതാനന്ദന് ശേഷം വിഭാഗീയത പാർട്ടിയിലില്ല, തീരെയില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ നേതാവിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ചുരുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പുതുതലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. കാരണം അതാണ്, അത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമാണ് ചർച്ചയിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് പിണറായി വിജയൻ്റെ വരവും അതുപോലെ തന്നെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ 3ാം ഭരണവുമാണ്, 3ാം ടേമും കൂടിയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുക. അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഈ പാർട്ടി നടത്തും. അതിന് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതിനനുസരിച്ചുള്ള എല്ലാ വാർത്തകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതോടുകൂടി അടുത്ത ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ സജ്ജമായ ഒരു പാർട്ടിയെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതോടുകൂടി കേരളത്തിലെ എല്ലാ സംവിധാനം, ഇപ്പോൾ ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ ഗ്രൂപ്പ് ചർച്ചകളാണ് നടക്കുന്നത്. ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിലെ നേതാക്കന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. എങ്ങനെ പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാം, എങ്ങനെ പാർട്ടി നിയമസഭാ ഇലക്ഷനെ നേരിടാം, ഏതൊക്കെ നയങ്ങളിൽ മാറ്റം വരുത്തണം, ലോക്കലായിട്ട് ഏതൊക്കെ നയങ്ങളിൽ മാറ്റം വരുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം, ഇതെല്ലാം എങ്ങനെയാണ് ലോക്കൽ ഗ്രൂപ്പ്
ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുകയാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റേ ഗ്രൂപ്പ് അല്ലല്ലോ. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതാത് ജില്ലകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മഹാസമ്മേളനം വരുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇങ്ങനെയുള്ള ചർച്ചകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മഹാസജ്ജമായ ഒരു ഇടതുപക്ഷത്തെ കേരളത്തിന് കാണാം. ഇടതുപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പാർട്ടി സമ്മേളനം. ഇപ്രാവശ്യം എങ്ങനെയാണ്? പാർട്ടി സമ്മേളനം കഴിഞ്ഞ ഉടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരികയാണ്. അതോടുകൂടി എന്ത് സംഭവിക്കും? അതോടുകൂടി സർവ്വസജ്ജമായ പാർട്ടീനെ കോൺഗ്രസ് എതിരിടേണ്ടി വരും. ഈ സർവ്വസജ്ജമായ പാർട്ടീനെ കോൺഗ്രസിന് എതിരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇങ്ങനെ ഒരു സമ്മേളനം കോൺഗ്രസിന് നടത്താനേ പറ്റില്ല. ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഇതുപോലെ ഒരു സംസ്ഥാന സമ്മേളനം കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതിപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് ആ സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ആ ശൈലിയുള്ള വലിയ രീതിയിലുള്ള ഒരു മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കും. അതിന് ഒറ്റ കാര്യമുണ്ട്, സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ച് നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഗ് ഇല്ലാതെ മുസ്ലിം ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളത്. ലീഗിന് വേണ്ട, ലീഗ് ഇല്ലാതെ എങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ കൊടുത്താൽ അതിന് അവർ അവർ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ BJP-യെ ശക്തമായി എതിർക്കുന്ന പാർട്ടി കേരളത്തിൽ CPM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വെക്കുന്നു. അത് ലേഖനമായിട്ട് എഴുതുന്നു. അത് ഗോവിന്ദൻ മാഷ് സംസ്ഥാന മീഡിയ ബ്രീഫിങ്ങിൽ പറയുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കും? കേരളത്തിൽ BJP-യെ ശക്തമായി എതിർക്കുന്ന പാർട്ടി CPM ആയിരിക്കും. അതുപോലെ തന്നെ വികസനം കൊണ്ടുവരുന്ന പാർട്ടി CPM ആയിരിക്കും. ആതുര സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ജനങ്ങളെ വയോജനങ്ങളെ സപ്പോർട്ട് സംരക്ഷിക്കുന്ന വിധത്തിൽ മുന്നോട്ട് നിൽക്കുന്ന പാർട്ടി CPM ആയിരിക്കും. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ആ നിരവധി പദ്ധതികൾ എന്ന് പറയുന്നത് പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ. കാരണം ഒരു നയരേഖ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാന സമ്മേളനം വരെ എങ്ങനെ പാർട്ടിയെ കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള നയരേഖയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അതൊരു പക്ഷേ ഓപ്പൺ ഡോക്യുമെന്റ് പോലും ആകാം കേട്ടോ. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നവകേരള രേഖ ഓപ്പൺ ഡോക്യുമെന്റ് ആയിരുന്നില്ല. ഇപ്രാവശ്യം അതിലെ പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കൊണ്ടുവരും തന്നെയാണ്. അത് കൊണ്ടുവന്നാലേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നയം മാറുമ്പോൾ അത് അറിയിക്കേണ്ടത് ജനങ്ങളെയാണ്. കാരണം അത് പാർട്ടി നേതാക്കന്മാരും പാർട്ടി അണികളും മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ജനങ്ങളെ അറിയിക്കണം. അവ നയം മാറുന്ന കാര്യങ്ങൾ നിർബന്ധമായി പാർട്ടി അറിയിക്കും എന്നുള്ളതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ മൂന്നാം ടേം എങ്ങനെ മുന്നോട്ട് പിടിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു നയരേഖ മുന്നോട്ട് വെച്ചത് പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.